തെരഞ്ഞെടുപ്പ് സമയത്ത് താൻ മുഖ്യമന്ത്രി ആകാനില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞ ആളാണ് കെ സി വേണുഗോപാൽ. അത് ഈ നാട്ടിലുള്ള വോട്ടർമാർ കേട്ടതാണ്. അപ്പൊ അവരുടെ മാൻഡേറ്റ് എന്ന് പറയുന്നത് കെ സി മുഖ്യമന്ത്രിയാകാനല്ല 102 സീറ്റ് നൽകിയത്. ജയിച്ച ശേഷം മുഖ്യമന്ത്രിയായിട്ട് അവതരിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നതൊക്കെ നുണയാണ് എന്നല്ലേ? തീരുമാനം രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെക്കും വിട്ടിരിക്കുകയാണ്. ഇത് മുസ്ലിം ലീഗിന്റെ ചർച്ചകളെ കുറിച്ച് പൊതുവിൽ കേൾക്കുന്ന ഒരു രാഷ്ട്രീയ തമാശയ്ക്ക് സമമാണ്. രാവിലെ മുതൽ ഉച്ചവരെ ഗംഭീര ചർച്ച നടന്നു. എന്നിട്ട് ഉച്ച കഴിഞ്ഞ് ബിരിയാണി കഴിച്ചതിന് ശേഷം തീരുമാനം തങ്ങൾക്ക് വിട്ടിട്ട് നേതാക്കൾ പിരിഞ്ഞു എന്ന് പറയുന്ന ഒരു തമാശ പോലെ. അപ്പൊ എന്തിനാണ് ഇത്ര ഉലങ്കഷമായിട്ട് ഈ ചർച്ചകളൊക്കെ നടന്നത്? ഈ അണികളോട് നേതാക്കന്മാർക്ക് കേരളത്തിൽ വെച്ച് തന്നെ പറയാമായിരുന്ന നിർദ്ദേശങ്ങളൊക്കെ എന്തിനാണ് ഈ മാരത്തോൺ ചർച്ചയ്ക്ക് ശേഷം ഡൽഹിയിൽ വെച്ച് പറഞ്ഞത്? ഇതിനൊന്നും തന്നെ കൃത്യമായിട്ടുള്ള മറുപടിയില്ല. ഇതിലൊക്കെ മധ്യസ്ഥം പറയുന്നത് പാർട്ടിയുടെ ഒരു രീതിയാണ്. അതങ്ങനെയാണ് കുട്ടിയാണ്. ഈ പോരാട്ടത്തിലേക്ക് ഏറ്റവും അവസാനമായിട്ട് ചാടി വന്ന് വീണിരിക്കുന്നത് ശ്രീ കെ സി വേണുഗോപാലാണ്. അദ്ദേഹവും അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പറയുന്നില്ല. അതായത് താൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് അല്ലെങ്കിൽ ഈ പ്രചരണ ഘട്ടത്തിലൊക്കെ തന്നെ മുഖ്യമന്ത്രിയാകാൻ ഒരു താല്പര്യവും തനിക്കില്ല എന്നും തന്റെ പേര് മൈനസ് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ അതിനെ മുൻനിർത്തി താൻ ആ റേസിലില്ല എന്ന് പറയാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? സത്യത്തിൽ ഇതൊക്കെ കാണുന്ന സമയത്ത് തോന്നുന്നു UDF 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞ VD സതീശനെ 100 സീറ്റ് കിട്ടിയാലും വനവാസത്തിന് പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കുകയാണ് കെ സി പക്ഷം എന്ന് തോന്നുന്ന തരത്തിലുള്ള ശരീരഭാഷയാണ് ഇവരുടേത്. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ മുന്നണിയുടെ പേര് ഐക്യ ജനാധിപത്യ മുന്നണി എന്നാണ്. ഐക്യം എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവർക്കിപ്പോ ഇല്ലാത്തതും. അണികൾ നേതാക്കളെ ചൊല്ലി മുദ്രാവാക്യങ്ങളുമായി തെരുവിലിറങ്ങുന്നതും നേതൃത്വത്തെ അവഗണിക്കുന്നതും മരിച്ചുപോയ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ചിത്രങ്ങൾ വരെ പരസ്യമായിട്ട് വലിച്ചു കയറി എറിയുന്നതും ഒക്കെ തന്നെ ഒഴിവാക്കാമായിരുന്നു. അതിനെവിടുന്നാടോ ബുദ്ധി? തലയ്ക്കകത്ത് വെറും മൂളക്കം മാത്രമേ ഉള്ളൂ. ഇത് നടക്കുന്ന സമയത്ത് നേരത്തെ തന്നെ ഇവർക്കൊരു പബ്ലിക് ആഹ്വാനം നടത്താമായിരുന്നു. അത് ചെയ്തില്ല. പക്ഷേ നമ്മൾ ഇതിന്റെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഘട്ടത്തിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം കെ സി വേണുഗോപാലിനാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനമോഹമാണ് ഇതിന് കാരണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മന്ത്രിസഭയിൽ പിടിക്കാനാണ് എന്റെ തീരുമാനം. നിലവിലെ MPമാർ ആരും മത്സരിക്കേണ്ട എന്ന ഒരാൾക്കും ഇളവ് കൊടുക്കാത്ത ഒരു തീരുമാനമെടുത്തത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണ്. അപ്പൊ MPമാർ തെരഞ്ഞെടുപ്പിൽ നിന്ന് MLA-മാരാകണ്ട എന്നാണ് തീരുമാനമെങ്കിൽ MLA-മാരാകാത്ത ആൾക്കാർ പിന്നെ എന്തിനാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ആകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതും ശരിയാണല്ലോ. അല്ലെങ്കിൽ VD സതീശനോ രമേശ് ചെന്നിത്തലയ്ക്കോ ഇല്ലാത്ത എന്ത് അധിക യോഗ്യതയാണ് കെ സി വേണുഗോപാലിന് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ? സത്യത്തിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മാൻഡേറ്റ് കെ സി വേണുഗോപാലിന് ആയിരുന്നില്ല. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. ഇവിടെ വളരെ കൃത്യമായിട്ട് കാർക്കശ്യത്തോടു കൂടി പറഞ്ഞത് MPമാരായിട്ടുള്ള ആൾക്കാർ ആരും തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്നാണ്. അപ്പൊ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരിക്കുന്ന ആൾക്കാർ, അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന ആൾക്കാർ, അവർ സമ്മാനദാനത്തിന് വേണ്ടിയിട്ട് അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുക, ഈ പുറത്തു നിന്ന് കളി നിയന്ത്രിച്ചിരിക്കുന്ന ആൾ വന്ന് കപ്പ് മേടിക്കട്ടെ എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതേ സമയത്ത് നടന്നിരിക്കുന്ന മറ്റു തെരഞ്ഞെടുപ്പുകളെ പറ്റി നോക്കൂ. ആസാമിൽ മത്സരിച്ചില്ലേ, ബംഗാളിൽ മത്സരിച്ചില്ലേ, അവിടെയൊക്കെ അദ്ദേഹം പോയോ? അപ്പൊ അവിടെയും അദ്ദേഹത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അദ്ദേഹം ഫുൾ ടൈം ഇവിടെ ക്യാമ്പ് ചെയ്തത് ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടുവരാനും അവതരിപ്പിക്കാനുമായിട്ട് ഒരു ഡിസൈൻ അതിന് പിന്നിലുണ്ടായിരുന്നു. അദ്ദേഹം അതിനെ പൂർണ്ണമായിട്ടും നിഷേധിച്ചു. കാരണം അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ വോട്ട് കിട്ടില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. നല്ല ഐഡിയ. അങ്ങനെ അവസാനം മറ്റെല്ലാവരെയും ഒഴിവാക്കി ഒരൊറ്റ ഉപതെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക് എന്ന രീതിയിലത്തേക്ക് ഒരു ഫോർമുല കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ നൂലിൽ കെട്ടി ഇറക്കാനായിട്ട് ശ്രമിച്ചാൽ ആത്യന്തികമായിട്ട് അത് കാണപ്പെടുക രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹവുമായിട്ടുള്ള അടുപ്പം കാരണം രാഹുൽ ഗാന്ധി ഫേവററ്റിസം കാണിച്ചു എന്നാണ്. അങ്ങനെ ഒരു നാണം കെട്ട രീതിയിലുള്ള ഒരു എൻട്രി ശ്രീ കെ സി വേണുഗോപാലിന് വേണോ? അത് കോൺഗ്രസ് അർഹിക്കുന്നുണ്ടോ? പോയി ചത്തുടേടാ. ഈ റീസെന്റ് ആയിട്ട് നടന്ന തെരഞ്ഞെടുപ്പ് ബംഗാളിലാണ്. അവിടെ സുവേന്ദു അധികാരി BJPയുടെ മുഖ്യമന്ത്രിയാവുന്നു. അധികാരിയെ പറ്റി മുമ്പ് എന്താണ് നരേന്ദ്രമോദി പറഞ്ഞത്, അമിത്ഷാ പറഞ്ഞതെന്നൊക്കെ നമുക്കറിയാം. അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് അവിടെ പാർലമെന്ററി പാർട്ടി ചേർന്നാണോ അധികാരിയെ മുഖ്യമന്ത്രിയായ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്നത്? അല്ല, അമിത്ഷാ പ്രഖ്യാപിക്കുകയാണ്. അവരുടെ ഒരു ഏക അച്ചുതണ്ട്, ഒരു ഡിക്റ്റേറ്റർഷിപ്പ് മോഡൽ, ആ മോഡൽ തീരുമാനിക്കുകയാണ് അധികാരി വരട്ടെ. അധികാരി വരുന്നു, അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നു. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? വസന്ത് തന്നെ ഇപ്പൊ ഈ ചർച്ചയിൽ പറഞ്ഞത് സുവേന്ദു അധികാരിയെ പറ്റി നരേന്ദ്രമോദി എന്തൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ അദ്ദേഹത്തിനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയിട്ടില്ല എന്ന്. ഇത് BJP മാത്രമല്ല ചെയ്യുന്നത്, കോൺഗ്രസ് ചെയ്യുന്നില്ലേ? PK ശശിയുടെ തീവ്രത അളന്ന യന്ത്രം എവിടെയെന്ന് ചർച്ചകളിൽ പങ്കെടുത്ത് ചോദിച്ച ആൾക്കാരാണ് വസന്ത് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ പ്രതിനിധികൾ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ശശി നിങ്ങൾക്കൊപ്പം നിന്ന് മത്സരിച്ചപ്പോൾ നിങ്ങൾ ആ യന്ത്രം എവിടെയാണെന്ന് തിരക്കിയോ? ഇല്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായോ? ഇല്ല. സന്ദീപ് വാര്യർ, PV അൻവർ തുടങ്ങിയ ആൾക്കാരെയൊക്കെ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, അവർ നിങ്ങളെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അറിയാം. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. പക്ഷെ അതിന് മാധ്യമങ്ങളെ കുറ്റം പറയുന്നത് കൊണ്ട് കാര്യമില്ല. ഇത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന നറേറ്റീവുമല്ല.
അണികളാണ് തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. പോസ്റ്ററുകൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് മാധ്യമങ്ങളല്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം മലപ്പുറം ഭാഗത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ പച്ചപ്പട എന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ അനുകൂല പോസ്റ്ററുകൾ കണ്ടു. അതേപോലെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും കോൺഗ്രസിന്റെ പേരിലാണെങ്കിലും മറ്റു പേരുകളിലാണെങ്കിലും ഒക്കെ തന്നെ ഓരോ നേതാവിന് വേണ്ടിയിട്ടും ഈ ചേരിപ്പോര് പരസ്യമാക്കി ഇറക്കിയിരിക്കുന്നത് ഇവരുടെയൊക്കെ തന്നെ അറിവും സമ്മതവും ഒന്നും ഇല്ലാതെയാണ് എന്ന രീതിയിലത്തേക്ക് നമുക്ക് ആർക്കെങ്കിലും കരുതാൻ കഴിയുമോ? ജീവൻ കളഞ്ഞു. നിങ്ങൾ നിങ്ങളെ മണ്ഡലം പ്രസിഡന്റിനെ രക്ഷിക്കണം. ഞാൻ പറയുന്നതിൽ ഒരു ബോട്ടം ലൈൻ ഉണ്ട്. ആൾക്കാർ മനസ്സിലാക്കുന്ന ഒരു കാര്യം അതാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് താൻ മുഖ്യമന്ത്രി ആകാനില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞ ആളാണ് കെ.സി. വേണുഗോപാൽ. അത് ഈ നാട്ടിലുള്ള വോട്ടർമാർ കേട്ടതാണ്. അപ്പൊ അവരുടെ മാൻഡേറ്റ് എന്ന് പറയുന്നത് കെ.സി. മുഖ്യമന്ത്രിയാകാനല്ല 102 സീറ്റ് നൽകിയത്. എന്നിട്ട് ജയിച്ച ശേഷം മുഖ്യമന്ത്രിയായിട്ട് അവതരിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നതൊക്കെ നുണയാണ് എന്നല്ലേ? ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഇപ്പൊ പ്രതിപക്ഷ നേതാവിനെ എന്തൊക്കെയാണ് നുണേശൻ എന്നാണ് ആൾക്കാർ വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം എന്തെങ്കിലും നുണ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. പക്ഷെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം സത്യമായിട്ടാണ് വരുന്നത് എങ്കിൽ താൻ ഇവിടെ മുഖ്യമന്ത്രിയാകാനില്ല. മനോരമ ന്യൂസിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ്? ആ പേരുകളിൽ നിന്ന് കെ മുരളീധരൻ അടക്കമുള്ള ആൾക്കാരുടെ പേര് പറയുമ്പോൾ എന്നെ അങ്ങ് മൈനസ് ചെയ്തേക്കും എന്നാ പറഞ്ഞത്. അങ്ങനെ ഇവിടെ പറഞ്ഞു വെച്ച് എനിക്കതിന് പറ്റണ്ടേ? നമ്മൾ ചെരുപ്പിന്റെ കാലിന്റെ അളവിനനുസരിച്ചിട്ടാണ് ചെരുപ്പ് മുറിക്കുക, അതല്ലാതെ ചെരുപ്പിന്റെ അളവിനനുസരിച്ച് കാല് മുറിക്കില്ല. ഇത്തവണ പറഞ്ഞിരുന്നത് എന്താണ്? മറ്റൊരാളിന് വേണ്ടിയിട്ടും ഈ നിയമത്തിനെ നമ്മൾ മാറ്റുന്നില്ല. നമ്മൾ എഴുതിയിരിക്കുന്ന നിയമം എന്ന് പറയുന്നത് MP വരേണ്ട എന്നാണ്. അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്നാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ആ സമയത്ത് പറഞ്ഞിരുന്നോ കെ.സി. വേണുഗോപാലിനായിട്ട് ഇതിൽ ഇളവ് നൽകും എന്ന് പറഞ്ഞിരുന്നോ? ഇല്ല. കെ.സി. വേണുഗോപാൽ നേരത്തെ 2020 അദ്ദേഹം രാജ്യസഭയിൽ പോകുന്നു. 4 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ലോക്സഭയിലേക്ക് ചാടുന്നു. ഈ രാജ്യസഭ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സഭയാണെന്ന് നമുക്കറിയാം. അപ്പൊ ആ ഉയർന്ന സഭയിൽ നിന്ന് അതിന് തൊട്ട് താഴെയുള്ള ലോക്സഭയിലേക്ക് ചാടുന്നു. അതിനുശേഷം അതിന് തൊട്ട് താഴെയുള്ള നിയമസഭയിലേക്ക് ചാടുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്തിലേക്ക് അദ്ദേഹം മത്സരിക്കുമോ? വട്ടുണ്ടോ? ഇപ്പൊ കെ.സിയുടെ കാര്യം മാത്രമാണ് നമ്മൾ പറയുന്നത്. മറ്റുള്ളവരുടെ കാര്യത്തിലായാലും അവർക്കും വിട്ടുവീഴ്ച ആകാവുന്നതാണ്. കോൺഗ്രസ് എന്ന പാർട്ടി വികാരം അവരെയും നയിക്കാവുന്നതാണ്. വി ഡി ആയാലും ചെന്നിത്തലയായാലും. എന്തൊക്കെ പറഞ്ഞാലും ആഭ്യന്തരം ഞാൻ വിട്ടു തരില്ല. തനിക്ക് കൈയിട്ട് വരാൻ പറ്റിയ ഒരു വകുപ്പ് തന്നാ പോരെ? തരാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരാൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ അജണ്ട മുന്നിലേക്ക് വെച്ചു. നേരത്തെ പറഞ്ഞതുപോലെ ടീം UDF എന്ന് പറയുന്ന ഒരു ഒത്തൊരുമയുടെ സന്ദേശം അതിലുണ്ടായിരുന്നു. അതേപോലെ UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രചരണ കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് ഈ പ്രചരണത്തിന് മുന്നിൽ നിന്ന് നയിച്ചയാളാണ് ശ്രീ രമേശ് ചെന്നിത്തല. ഒരായുസ് മുഴുവൻ മേക്കണോ എന്റെ അടി കൊണ്ട് നടന്നാലും അവസാനം അറവ് കത്തി തന്നെ കഴുത്തില്. നമ്മളില്ലേ? അതുകൊണ്ട് ഈ രണ്ടാൾക്കാരും ഡിസർവിംഗ് ആണ്. അതുകൊണ്ട് അതിലേതെങ്കിലും ഒരാൾ മാറി നിൽക്കണം എന്നല്ല പറയുന്നത്. പകരം ഇതിൽ ഏറ്റവും ഡിസർവിംഗ് ആയിട്ടുള്ള 2 ആൾക്കാർ. ഒരു കാര്യം മാത്രം ഞാൻ പറയാം. അതായത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 ഇടങ്ങളിൽ മത്സരിച്ചു. ആദ്യം കേരളത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ സമയത്ത് പ്രതിപക്ഷം തന്നെ പറഞ്ഞത് രണ്ടാമത് അദ്ദേഹം പിന്നീട് വരുന്ന ഒരു ഘട്ടത്തിൽ മത്സരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യത്തിനെ മറച്ചു വെച്ചു എന്നാണ്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ. അതായത് അതിനെ മറച്ചുവെച്ച് കേരളത്തിലെ ജനതയെ അറിയാതെ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നേരിട്ടുവെന്ന്. അത് പിന്നീട് ഒരു ഘട്ടത്തിൽ വന്ന കാര്യമാണ്. അദ്ദേഹം പിന്നീട് എടുത്തിരിക്കുന്ന തീരുമാനമായിരിക്കാം. പക്ഷെ അതുപോലും വിമർശിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് ഇതുവരെ നടന്നിരുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി സ്ക്രിപ്റ്റഡ് ആയിരുന്നു എന്നുള്ള ഒരു ആരോപണത്തിൽ നിന്ന് കെ.സിക്ക് എങ്ങനെ മാറി നിൽക്കാൻ കഴിയും? ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?